ഹലോ. കേൾക്കാം സേനാപതി വേണു. ചർച്ചയിലെ പ്രതിപക്ഷ ഹലോ. പ്രതിനിധി വക്താവ് താങ്കളാണ്. പ്രതിപക്ഷത്തിന്റെ സ്റ്റാൻഡിനെ കുറിച്ചാണ് ചോദ്യം. ഓക്കെ. ഇവിടെ പൂരം അലങ്കോലപ്പെട്ടിട്ട് ഇപ്പൊ എത്ര മാസമായി? 30 ദിവസത്തിനകം മറ്റേ റിപ്പോർട്ട് കൊടുക്കണമെന്നും പറഞ്ഞായിരുന്നു ആദ്യത്തെ അന്വേഷണം നടന്നത്. ഏതായാലും അഞ്ചഞ്ചര മാസം കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ റിപ്പോർട്ട് ADGP-യുടേതായ ഒന്നാമത്തെ റിപ്പോർട്ട് പുറത്തു വന്നു. അത് തള്ളുകയും ആ ചെയ്തു. റിപ്പോർട്ടിൽ ADGP സമ്പൂർണ്ണമായിട്ട് തന്നെ ന്യായീകരിച്ചുകൊണ്ട് അവിടെ പരിചയ കുറവുള്ള ജില്ലാ പോലീസിന്റെ സൂപ്രണ്ട്, അതായത് ആ, ആ, അങ്കുഷ് അശോക് അല്ലെ, അങ്കിത് അശോക്, അങ്കിത് അശോകിന്റെ പരിചയക്കുറവാണ് ഈ പ്രശ്നത്തിനെല്ലാം കാരണം എന്നുള്ളതാണ് അദ്ദേഹം അന്ന് കൊടുത്ത അല്ല, റിപ്പോർട്ട്. ഞാൻ ഒരു കാര്യം ഇവിടെ കൗതുക സേനാപതി ഒന്ന് ഇടപെട്ടുകൊട്ടെ. 2024 പൂരം ഏപ്രിൽ മാസത്തിൽ നടക്കുമ്പോൾ അതിനുശേഷം വന്ന മുൻനിര മാധ്യമങ്ങളുടെ ഓൺലൈൻ പേജുകളിലേക്ക് ഞാൻ കഴിഞ്ഞ ദിവസം നോക്കിയതാണ്. എല്ലാവരും ഒരു തികഞ്ഞ ബോധ്യത്തോടെ അങ്കിത് അശോകൻ്റെ നടപടികൾ, പരിചയക്കുറവ്, പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, സമീപന രീതി, ഇതൊക്കെയാണ് ഇതിന് കാരണമെന്നൊരു പൊതുവിലയിരുത്തലിലേക്ക് വളരെ വ്യക്തമായി പോയിരുന്നു. ആ ഘട്ടത്തിലാണ് ADGP-ക്ക് അന്വേഷണ ചുമതല വരുന്നത്. മാസങ്ങൾക്ക് ശേഷം പുതിയൊരു സാഹചര്യത്തിലാണ് ADGP-യും അക്കാര്യത്തിൽ ഉൾപ്പെടും വിധത്തിൽ ഒരു പുതിയ വിവാദമുണ്ടാകുന്നത്. എന്നാൽ അതേസമയം തന്നെ അജിത് കുമാർ തന്നെ ചുമതലപ്പെടുത്തിയ അന്വേഷണം താങ്കൾ പറഞ്ഞതുപോലെ സർക്കാരിൽ എത്തിക്കുന്നത് വൈകി. അതേ തുടർന്ന് സർക്കാർ ഒരു ഡെഡ് ലൈൻ 24-ന് നൽകി. 24-നപ്പുറം നൽകാൻ കഴിയില്ല എന്ന് പറഞ്ഞു ഒരു റിപ്പോർട്ട് കൊടുത്തു. ആ റിപ്പോർട്ട് സർക്കാർ തള്ളി. പകരം വളരെ പ്രധാനപ്പെട്ട 3 ഘട്ടങ്ങളിലുള്ള ഒരു സമഗ്രാന്വേഷണത്തിലേക്ക് പോയാൽ അത് അംഗീകരിച്ച് ഒപ്പം നിൽക്കേണ്ടത് ഈ നാടിൻ്റെ ഉത്തരവാദിത്വമല്ലേ? അല്ല, തീർച്ചയായിട്ടും ഈ കാര്യം അല്ല, ഇതിവിടെ പ്രതിപക്ഷം വളരെ ശക്തമായിട്ട് തന്നെ ആവശ്യപ്പെടുന്നതാണല്ലോ. പൂരം കലക്കിയത് ആരാണെന്നും ആ കലക്കലിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആരാണെന്നും അതിന്റെ ബെനിഫിഷ്യറീസ് ആരാണെന്നും ആയതിനെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണം എന്നുള്ളതായിരുന്നല്ലോ ഈ പൂരം കലങ്ങിയതിന് ശേഷം അല്ലെങ്കിൽ കലക്കിയതിന് ശേഷം പ്രതിപക്ഷവും മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെല്ലാം ഏകസ്വരത്തിൽ ആവശ്യപ്പെടുന്ന ഒരു കാര്യം എന്നുള്ളത്. ഇവിടെ അന്വേഷണത്തെ സംബന്ധിച്ചുള്ള ഞങ്ങളുടെ ആദ്യം മുതലുള്ള തർക്കവും സംശയവും ഇത് ഒന്നാം ഘട്ടത്തിൽ ഇപ്പോ CPI-യുടെ മുഖപത്രത്തിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ശ്രീ പ്രകാശ് ബാബുവിന്റെ ലേഖനം ഉണ്ടായിരുന്നു. അതിനുശേഷം അവരുടെ വാതിൽപ്പടിയിലൂടെ എന്നുള്ള ഒരു ആക്ഷേപ പങ്ക്തിയുണ്ട്. അതിനകത്തെല്ലാം അവർ വളരെ കൃത്യമായിട്ട് ചൂണ്ടിക്കാണിച്ച ഒരു കാര്യമുണ്ടല്ലോ, പൂരം കലക്കലിന് ഉത്തരവാദിയായ ഉദ്യോഗസ്ഥൻ. ഇപ്പോ ADGP MR അജിത് കുമാറിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ അങ്കിത് അശോക് ആണ് ഈ അദ്ദേഹത്തിന്റെ പരിചയക്കുറവാണ് ഈ കാരണങ്ങൾക്ക് കാരണം എന്ന് പറയുമ്പോൾ, അന്നേ ദിവസം അതായത് ഈ പൂരം നടക്കുന്ന അന്ന് രാത്രിയിൽ അദ്ദേഹം തൃശൂർ പോലീസ് ക്ലബിൽ അദ്ദേഹം ഹാജരാണ്. സംസ്ഥാനത്തിന്റെ ക്രമസമാധാന നില ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ അവിടെ എന്തെങ്കിലും അനിഷ്ടങ്ങളോ അല്ലെങ്കിൽ അസ്വാഭാവികമായ കാര്യങ്ങളോ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അത് നേരിട്ടിടപെടാൻ ബാധ്യസ്ഥനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അതിലിടപെട്ടില്ല എന്ന് മാത്രമല്ല, അതിലെന്താണ് സംശയം? സേനാപതി ഇന്ന് മുഖ്യമന്ത്രി തന്നെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ക്രമസമാധാന ചുമതലയുള്ള ADGP അദ്ദേഹത്തെയാണ് അന്വേഷണ ചുമതല ഏൽപ്പിച്ചത്. അത് സമഗ്രമല്ല എന്ന നിലയിൽ ആ റിപ്പോർട്ട് തന്നെ മാറ്റി പ്രത്യേക അന്വേഷണത്തിലേക്ക് പോകുന്നു. ഞാൻ പറയാൻ വരുന്ന ഈ ഭാഗം എന്നുള്ളത് താങ്കൾ ഈ സൂചിപ്പിച്ചതിനാണ്. എന്താണ് ക്രമസമാധാന ചുമതലയുള്ള ADGP അജിത് കുമാർ, അദ്ദേഹത്തിൽ നിക്ഷിപ്തമായ ഉത്തരവാദിത്വം ആ പൂര ദിവസം നിറവേറ്റുന്നതിൽ പരാജയപ്പെട്ടു, പിശക് സംഭവിച്ചു എന്ന് കണ്ടെത്തിയിട്ടുണ്ടല്ലോ. ഇന്ന് കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ അത് ആ വീഴ്ചകൾ അതിലെങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വത്തെ ഫിക്സ് ചെയ്യേണ്ടത്, സംസ്ഥാന പോലീസ് മേധാവി ആ ചുമതല ഏൽപ്പിക്കുക എന്നതും ഒരു പ്രശ്നത്തിലുള്ള ശരിയായ ഇടപെടലല്ലേ? അല്ല, അജിത് കുമാർ വെറുതെ ഇടപെടാതിരുന്നതല്ലോ. അജിത് കുമാർ ചില മുൻവിധിയോടുകൂടിയും അല്ലെങ്കിൽ പ്ലാനിങ്ങോടുകൂടിയുമാണല്ലോ അജിത് കുമാർ അവിടെ. അതെ, അതൊരു അന്വേഷണ റിപ്പോർട്ടായി അദ്ദേഹത്തിന് മുകളിൽ ഒരു ഉദ്യോഗസ്ഥൻ നടത്തി വരണ്ടേ? എങ്ങനെ നമ്മൾ പറയുന്ന, ഇപ്പോൾ താങ്കൾ പറയുന്ന ഒരു പ്രശ്നം, ഒരു വീഴ്ച, ഇന്ന് മുഖ്യമന്ത്രി തന്നെ അത് പറഞ്ഞു, സർക്കാരും ആ കാഴ്ചപ്പാടിൽ തന്നെയാണ്. ആ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് അതേക്കുറിച്ച് അന്വേഷിക്കുകയാണ്. അന്വേഷിച്ച് DGP-യുടെ ഭാഗത്ത് നിന്ന് വരുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലല്ലേ നടപടികൾ സ്വീകരിക്കേണ്ടത്? അതിലെ അതിന്റെ രീതി, ചട്ടം അങ്ങനെയല്ലേ? അല്ല, റിപ്പോർട്ട് വരട്ടെ. പക്ഷേ ഇവിടെ നമ്മുടെ മുമ്പിൽ ഏറ്റവും പ്രത്യക്ഷത്തിലുള്ള ഒരു കാര്യമുണ്ടല്ലോ, അന്നേ ദിവസം ക്രമസമാധാനത്തിന്റെ ചുമതലയുള്ള ഈ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ, ലോ ആൻഡ് ഓർഡറിന്റെ ചുമതലയുള്ള ആള് ഈ സ്പോട്ടിൽ, അതായത് പ്ലേസ് ഓഫ് ഒക്കറൻസ് എന്ന് നിയമത്തിൽ പറയുന്ന ഈ സംഭവ സ്ഥലത്ത് അദ്ദേഹം ഉണ്ട്. അദ്ദേഹം ഇടപെട്ടില്ല. എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയുടെ അല്ലെങ്കിൽ പോരായ്മയാണ്. അപ്പൊ അദ്ദേഹത്തെ
ഈ സ്ഥാനത്ത് നിന്ന് ഓക്കെ. മാറ്റി നിർത്തണം. അതാണ് ഇവിടുത്തെ പ്രശ്നം. ശരി. അദ്ദേഹം ലോ ആൻഡ് ഓർഡർ പദവിയിൽ ഇരുന്നു കൊണ്ട് ഓക്കെ. നടക്കുന്ന ഒരു അന്വേഷണവും നിഷ്പക്ഷമായിരിക്കില്ല, സത്യസന്ധമായിരിക്കില്ല, വസ്തുതാപരമായിരിക്കില്ല. അതാണ് ഞങ്ങളുടെ ആക്ഷേപം. അതുകൊണ്ട് അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട്, കാരണം പോലീസിൽ ഈ എന്താ പറഞ്ഞ ADGP എന്ന് പറയുന്നത് പോലീസിന്റെ സംസ്ഥാനത്തെ ചീഫിന്റെ തൊട്ട് താഴെയുള്ള പദവിയാണ്. ADGPമാർ പലതുണ്ടെങ്കിലും ക്രമസമാധാനത്തിന്റെ ചുമതലയുള്ള ആള് എന്ന് പറയുന്നത് DGP ഷെയ്ഖ് ദർവേഷ് സാഹിബിന് തൊട്ട് താഴെയുള്ള ആ പദവിയിലുള്ള ആളാണ്. ആ പദവിയിൽ ഇരിക്കുന്ന ഒരാള് ആ പദവിയിൽ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഒരു അന്വേഷണം നടക്കുന്നതിലൂടെ ശരി. അതിന്റെ വസ്തുതകൾ പുറത്തു കൊണ്ടുവരില്ല എന്ന് മാത്രമല്ല, ആ അന്വേഷണം അത് തീർച്ചയായും അജിത് കുമാറിനെ സഹായിക്കാനുള്ള അന്വേഷണം മാത്രമായിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല.